എനിക്ക് പേടിയാവുന്നു. അയ്യോ, മമ്മിയുടെ മോൻ പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ, ഞങ്ങള് മോനെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ എന്റെ മമ്മി അല്ല. ഇവിടെ നിന്ന് എന്റെ പപ്പേനെയും മമ്മീനെയും അടുത്ത് കൊണ്ടുപോ. വാശി പിടിക്കാതെ മോനെ, ഞങ്ങള് പറയുന്നത് കേട്ട് വഴക്കുണ്ടാക്കാതെ ഇരുന്ന മമ്മിയെയും പപ്പയെയും മോന്റെ അടുത്തെത്തിക്കാം. സത്യാണോ അങ്കിള് പറയുന്നേ? സത്യം. മോനെ ഞങ്ങള് ഇവിടെ നിന്ന് നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. അവിടെ മോന്റെ പപ്പയും മമ്മിയും വരും. എനിക്കൊന്നും കേക്കണ്ട. എത്ര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. എടാ, നീ അവരെ പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. വി വിൽ ഫൈൻഡ് ഹിം. നമുക്കറിയാവുന്ന എല്ലാ കണക്ഷൻസും ഇറക്കിയിട്ടുണ്ട്. മോനെ നമുക്ക് തിരിച്ചു കിട്ടും. ഹലോ. ഹലോ തേയ, എനിക്കറിയാം നിങ്ങളെല്ലാവരും ജെറി അന്വേഷിച്ച് നടക്കുകയാണെന്ന്. അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. സത്യാണോ മിഥുൻ? എന്റെ മോൻ എവിടെയാണെന്ന് നിനക്കറിയോ? അറിയാം. ഐ വിൽ സെൻഡ് യു ദ ലൊക്കേഷൻ. ബട്ട് ഒരു കണ്ടീഷൻ മാത്രം. എന്താ? നീ മാത്രമേ വരാൻ പാടുള്ളൂ. നിന്റെ കൂടെ ആരും ഉണ്ടാവാൻ പാടില്ല. ശരി, ഞാൻ വരാം. നീ ലൊക്കേഷൻ അയക്കി. ഓക്കെ, ആരെയും അറിയിക്കാതെ എത്തിയാ മതി. ഞാൻ പോയി തേയമോളെ നോക്കിയിട്ട് വരട്ടെ. എത്ര നേരായി എന്റെ കുഞ്ഞ് ആ മുറിയിലിരിക്കുന്നു. അവളെ കൊണ്ടുവന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ പറ. ആ CCTV ഫോട്ടേജ് കണ്ടിട്ട് അവർ ശരിക്കും പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഫേസിലും മറ്റും കവർ ചെയ്തിരുന്നു. കാറിന് നമ്പർ പ്ലേറ്റ് പോലും ഇല്ലായിരുന്നു. ആർക്കായിരിക്കും നമ്മളോട് ഇത്രമാത്രം ശത്രുത ഉണ്ടായിരിക്കുക? വേറെ ആര്? അവള് തന്നെ, ആ ഐറിൻ. മോനെ, എന്താ മമ്മി? തേയമോളെ കാണുന്നില്ല. വാട്ട്? സത്യാണോ മമ്മി? അതെ മോനെ, ഞാൻ റൂമിൽ ചെന്ന് നോക്കുമ്പോ അവളെ കാണാനില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ. ഭാര്യയെയും മകനെയും കാണാതെ നിനക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടല്ലേ? എടി, അപ്പൊ നീയായിരുന്നല്ലേ ഇതിനു പിന്നിൽ? ആടാ, ഞാൻ തന്നെയാ. നീ എന്ത് കരുതി ഞാനൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നു? എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ അനുഭവിച്ചത് അതെല്ലാം നീയും അനുഭവിക്കണം. നീ ആരോടാ കളിക്കുന്നതെന്ന് നിനക്കറിയില്ല. നീ ഇനി എത്ര വീരവാദം മുഴക്കിയാലും രക്ഷയില്ല. നിനക്ക് അവരെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഐറിൻ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? നിനക്ക് എന്താ വേണ്ടേ? ഞാൻ കൊണ്ടുതരാം. ബട്ട് ജെറിക്കും തേയ്ക്കും ഒന്നും സംഭവിക്കരുത്. എനിക്ക് വേണ്ടത് എന്താണെങ്കിലും നീ തരൂ. യെസ്. എങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് സമയത്ത് 200 കോടി രൂപയുമായി വരണം. വാട്ട്? ആർ യു ക്രേസി?
200 കോടിയോ? എനിക്കറിയാം നിനക്ക് 200 കോടി എന്നൊക്കെ പറഞ്ഞ ഒന്നുമല്ല. ബട്ട് അതാണ് നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്ന വില. ക്യാഷായിട്ട് വേണമെന്നില്ല, ചെക്കായിട്ടാലും മതി. ഐറിൻ, ദിസ് ഇസ് ടു മച്ച്. അന്നെന്നെ പറ്റിച്ചതല്ലേ നീ. എനിക്ക് കിട്ടേണ്ടിയിരുന്നത് നീ ഇല്ലാതാക്കി. അപ്പൊ പലിശ ചേർത്ത് തിരിച്ചു വാങ്ങണ്ടേ? ഇനി ഒരു വിട്ടുവീഴ്ചയില്ല. ഓക്കെ, ഞാൻ കൊണ്ടുവരാം. വെരി ഗുഡ്. പിന്നെ അതിബുദ്ധി ഒന്നും കാണിക്കരുത്. കാണിച്ച രണ്ടുപേരുടെയും ജീവനില്ലാത്ത ശരീരമായിരിക്കും നീ കാണാൻ പോകുന്നേ. എന്താടാ ആ ഐറിൻ? അവളായിരുന്നു ഇതിനു പിന്നിൽ. 200 കോടിയാ ചോദിക്കുന്നേ. എത്ര പൈസ മുടക്കിയാലും സാരില്ല, ചെറിയൻ തേയം രക്ഷിക്കണം. അതേ മോനെ, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ചോദിച്ച പൈസ കൊടുക്ക്. വെൽക്കം വെൽക്കം. നീ പറഞ്ഞതുപോലെ തന്നെ വന്നല്ലോ. എന്റെ മോനെവിടെ മിഥുൻ? അവനെ തിരിച്ചു കൊണ്ടുപോകാനാ ഞാൻ വന്നേ. നിന്റെ മോനോ? അവൻ ഐറിന്റെ മകനല്ലേ? മിഥുൻ, തമാശ കളിക്കരുത്. നീ പറഞ്ഞ പോലെ ആരോടും പറയാതെ ഞാൻ ഇവിടെ വരെ വന്നത് എന്റെ മോനെ കൊണ്ടുപോവാനാ. സത്യം പറ, എന്റെ ചെറിയ എവിടെ? അവൻ അവന്റെ യഥാർത്ഥ അമ്മയുടെ കൂടെയുണ്ട്. ഉടനെ തന്നെ ജിമിൻ അവരുടെ അടുത്തെത്തും. അപ്പോ നീ എന്നെ ഇവിടെ ചതിച്ചു വരുത്തിയതാണല്ലേ? അതെ, നിന്നെ ഇനി തിരികെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നീ എന്റെ കൂടെ കഴിഞ്ഞാ മതി. എങ്ങനെ തോന്നുന്നു നിനക്ക് എന്നോട് ഈ രീതി സംസാരിക്കാൻ? നിന്നെ ആയിരം ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കാൻ. നീ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നീ എന്നെ പറ്റിക്കാൻ നോക്കുകയാ. നീ വെറുതെ ഓരോന്ന് വിളിച്ചു പറയുകയാ. അല്ല അല്ല, എന്റെ കൈ തെളിവുണ്ട്. ഐ വിൽ ഷോ യു. ഐറിൻ, നീ എവിടെയാ? ദേ, നീ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ പണവുമായി ഞാൻ എത്തി. എന്റെ മോനും തേയ എവിടെ? പപ്പാ. ജെറി, വെൽക്കം ഡിയർ എക്സ് ഹസ്ബൻഡ്. ഐറിൻ, നീ അവിവേകമൊന്നും കാണിക്കരുത് പ്ലീസ്. നീ പറഞ്ഞതുപോലെ മുഴുവൻ ക്യാഷും കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിക്കൊന്നും പറ്റരുത്. വാവ്, അണ്ടർവേൾഡ് കിങ് ജിമിന് യാചിക്കാനൊക്കെ അറിയാല്ലേ? എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാഴ്ച നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് കരുതിയതേയില്ല. നിനക്ക് വേണ്ട പോലെ എല്ലാം നടന്നില്ലേ? നമുക്കെല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി ഒരിക്കലും നിന്റെ പുറകെ ഞാൻ വരില്ല. നീയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. ഓക്കെ ഡി. എനിക്ക് അന്നും ഇന്നും ആവശ്യം പണം മാത്രമായിരുന്നു. അത് കിട്ടിയാൽ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. സോ
പ്ലീസ് ഗിവ് മീ ദ മണി ആൻഡ് ടേക്ക് ജെറി ബാക്ക് ഹോം. തേയ എവിടെ? ഓ കം ഓൺ ജിമിൻ, ഇവിടെ നിന്റെ മുമ്പിൽ ജെറിയാണ്, അല്ലാതെ തേയല്ല. ഗിവ് മീ ദ ക്യാഷ് ആൻഡ് ടേക്ക് യുവർ സൺ ഹോം. നമ്മൾ തമ്മിലുള്ള ഡീലിൽ ഈ ജെറിയെയും തേയയും ഒരുപോലെ എനിക്ക് തിരിച്ചു തരും എന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇതെന്താ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? നീ എനിക്ക് പണം തന്ന ഞാൻ നിനക്ക് എല്ലാം തിരിച്ചു തരുമെന്നോ? എന്നാ നിനക്ക് തെറ്റി. അന്ന് അയൽമണി തന്ന് എന്നെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഞാനും മെൽവിനും ഇഷ്ടത്തിലാണെന്ന് നിങ്ങൾ അറിഞ്ഞപ്പോൾ അവൻ്റെ ബിസിനസ് നിങ്ങൾ തകർത്തു. അയൽമണിയായി കിട്ടുന്ന പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് ഞങ്ങൾ കരുതിയിരുന്നപ്പോൾ നീ എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യിച്ചു. അവസാനം മെൽവിനെ ഇല്ലാതാക്കി. ഇത്രയൊക്കെ നീ ചെയ്തിട്ട് ഞാൻ നിന്നെ വെറുതെ വിടണം അല്ലേ? നിന്നെ ജീവിക്കാൻ സമ്മതിക്കണം അല്ലേ? നോ 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 ഐറിൻ, എന്റെ മോനോ ഒന്നും ചെയ്യരുത് പ്ലീസ്. നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട് ജിമ്മി. ഒന്നെങ്കിൽ തേയ അല്ലെങ്കിൽ ജെറി. ആരെങ്കിലും ഒരാളെ നിനക്ക് രക്ഷിക്കുക. ഐറിൻ, തേയ എവിടെയാണെന്നെങ്കിലും ഒന്ന് പറ പ്ലീസ്. അവളിപ്പോ മിഥുന്റെ കൂടെ ഈ നാട് വിട്ടിട്ടുണ്ടാവും. വാട്ട്? നോ, തേയ ഇല്ല, എന്റെ തേയ എന്നെ വിട്ടു പോയില്ല. നീ വിചാരിക്കുന്നത് പോലെ എപ്പോഴും സംഭവിക്കില്ലെന്ന് മനസ്സിലായില്ലേ? അവളെ തിരഞ്ഞെടുത്തത് ജെറിയെയാണ്. ഇവനെ രക്ഷിക്കാൻ അവളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പോയി. ഇല്ല, തേയ എന്നെ വിട്ടു പോയില്ല, ഒരിക്കലും ഇല്ല. നിന്ന് മോങ്ങാതെ നിന്റെ കൊച്ചിനെ വേണേ രക്ഷിച്ചോണ്ട് പോ, അല്ലെങ്കിൽ ഇവനെ ഞാൻ തൊട്ടു പോകരുത് എന്റെ മോനെ. നീ ഇവിടെ എങ്ങനെ? നീ എന്താ കരുതിയേ? നീ ജയിച്ചെന്നോ? എന്നാ നിനക്ക് തെറ്റി. നീ എന്റെ കുടുംബത്തെ തൊട്ട് കളിച്ച ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതിയോ? നോ, നീ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. മിഥുൻ അവനെവിടെ? നീ ഇനി അവനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. സത്യോ? എന്ത് സത്യം? നീ എന്തേ പറയുന്നേ? മെൽവിനെ കൊന്നത് നീയാണെന്നുള്ള സത്യം നീ എങ്ങനെ? ആക്സിഡന്റ് നടന്ന സമയം ഇച്ചായന്റെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ക്യാമിൽ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ മെൽവിന്റെ കഴുത്ത് ഞെരിച്ച് നീ ശ്വാസം മുട്ടിച്ചു കൊന്നത്. അവന്റെ ബിസിനസ് തകർന്നപ്പോ അവനെ വേണ്ടാന്ന് വെക്കാനിരുന്ന നീ ആ അവസരം ശരിക്കും മുതലെടുത്തു. അവസാനം കുറ്റം ഇച്ചായന്റെ മേൽ ചുമത്തി. അതേടി, നീ പറഞ്ഞത് ശരിയാ. ഞാനാ കൊന്നത് അവനെ. എനിക്ക് പൈസയാണ് ഇഷ്ടം. അതുള്ളിടത്ത് ഞാൻ നിൽക്കും. എന്തായാലും നീ സത്യം വെളിപ്പെടുത്തി രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇവിടെയെങ്കിലും ജയിച്ചേ പറ്റൂ. ഇവനെ ഞാൻ എന്നേക്കുമായി ഈ ലോകത്ത് നിന്നും കൊണ്ടുപോവാ. ഓരേ No!